അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂമു തസിഹു, നിങ്ങൾ നോമ്പെടുക്കുക, ആരോഗ്യം ഉണ്ടാവുന്നു. അല്ലേ? ഈ ഹദീസ് ശാസ്ത്രീയമായി എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കാം. യുണൈറ്റഡ് നേഷൻസ് അതിൻ്റെ ഒരു പോഷക സംഘടനയാണ് ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. 1948 ഏപ്രിൽ 7 ഈ ലോകാരോഗ്യ സംഘടന ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നോമ്പ് ആരോഗ്യം തരും. അങ്ങനെയാണെങ്കിൽ ആരോഗ്യത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ് ആരോഗ്യം? നമുക്ക് ലോകാരോഗ്യ സംഘടന പറഞ്ഞ ആരോഗ്യ നിർവചനം തന്നെ എടുക്കാം. അവർ പറയാണ്, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതിൻ്റെ ഔദ്യോഗിക വിശദീകരണമാണ്, ഔദ്യോഗിക ഡെഫിനിഷനാണ് എന്താണ് ആരോഗ്യം. എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഇൻ വിച്ച് ഡിസീസ് ആൻഡ് ഇൻഫർമിറ്റി ആർ ആബ്സെൻറ്റ്. എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, ശാരീരികമായ അവസ്ഥയാണ്. മെൻ്റൽ, മാനസികമായ നല്ല അവസ്ഥയാണ്. ആൻഡ് സോഷ്യൽ വെൽബീയിങ്, സാമൂഹികമായ നല്ല അവസ്ഥയാണ്. അപ്പോൾ ശാരീരികമായ സ്വസ്ഥത വേണം, മാനസികമായ സ്വസ്ഥത വേണം, സാമൂഹികമായ സ്വസ്ഥത കൂടെ ഉണ്ടെങ്കിലേ ഒരാൾക്ക് ആരോഗ്യമുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ആരാ പറയണത്? WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ നോമ്പ്, സൂമു തസിഹു, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പിനെക്കുറിച്ച് പറഞ്ഞത് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും തന്നെ ദേഹത്ത് ഈച്ചയിരുന്നിട്ടില്ലാത്ത വൃത്തിയുടെ, ശുദ്ധിയുടെ ഉടമസ്ഥൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിതത്തിൽ ഒരിക്കലും കോട്ടുവായിട്ടിട്ടില്ലാത്ത സാമൂഹിക പ്രതിബദ്ധതയുടെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അതെന്തെങ്കിലും പറയോ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വെറുതെ ഒന്നും അവിടുന്ന് പറയില്ല. എല്ലാം അള്ളാഹു തോന്നിപ്പിച്ചത് മാത്രമേ അവിടുന്ന് സംസാരിക്കുകയുള്ളൂ. അവിടുത്തെ സംസാരം അള്ളാഹുവിൻ്റെ പരിപൂർണമായ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂമു തസിഹു, നോമ്പെടുത്താൽ ആരോഗ്യമുണ്ടാകും. ആരോഗ്യമാണെങ്കിൽ ഈ 3 മേഖല ചേർന്നതാണെങ്കിൽ ഈ 3 മേഖലകളെയും നോമ്പ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് നമ്മുടെ വിഷയം. നോക്കാം. ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ ശാരീരികമായ ആരോഗ്യം. നമ്മുടെ ഉള്ളിൽ പ്രധാനപ്പെട്ട 5 അവയവങ്ങളാണ് ഉള്ളത്. ഏറ്റവും മനുഷ്യൻ്റെ ഹെൽത്തിനെ നിർണ്ണയിക്കുന്ന വൈറ്റൽ ഓർഗൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട 5 അവയവങ്ങളാണുള്ളത്. ഒന്ന് ബ്രെയിനാണ്, മറ്റൊന്ന് ഹാർട്ടാണ്, ഹൃദയമാണ്, മറ്റൊന്ന് കിഡ്നിയാണ്, മറ്റൊന്ന് ലിവറാണ്, മറ്റൊന്ന് ലങ്സാണ്, ശ്വാസകോശം. അപ്പോൾ ഈ 5 അവയവങ്ങളെയും നോമ്പ് എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഇതിന് എങ്ങനെയാണ് നോമ്പ് ഉത്തേജനം നൽകുന്നത്, ഇതിന് ശാസ്ത്രീയമായ വല്ല തെളിവുണ്ടോ എന്ന ചെറിയ ഒരു അന്വേഷണ യാത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, കുറേ ദിവസം പണിപ്പെട്ടിട്ട് നോക്കിയെടുത്തുണ്ടാക്കിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ബ്രെയിനിൽ എങ്ങനെയാണ്? ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
ബില്യൺ കണക്കിന് ന്യൂറോൺസാണ് നമ്മുടെ ബ്രെയിനിലുള്ളത് അല്ലേ? 2 ബ്രെയിൻ ഉണ്ട് നമുക്ക്, ഹെമിസ്ഫിയർ, 2 ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ. ഇതിലെ ലെഫ്റ്റ് ബ്രെയിനാണ് വലതുവശത്തെ നിയന്ത്രിക്കുന്നത്, റൈറ്റ് ബ്രെയിനാണ് ഇടതുവശത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ബ്രെയിനിൽ നോമ്പെടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാരാ പറയുന്നത്? മാർക്ക് മാറ്റിസൺ, ന്യൂറോ സയൻറ്റിസ്റ്റാണ്, ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹം പറയാണ് കൊഗ്നിറ്റീവ് ഫങ്ഷൻ, കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ചിന്താശേഷി കൂടും എന്നാണ് പറയുന്നത്. ചിന്താശേഷി കൂടും എന്ന പോലെ ലേണിംഗ് കപ്പാസിറ്റി കൂടും, മനുഷ്യന് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ദിഷ്ണാശക്തി അത് വർദ്ധിക്കും. അതുപോലെ മെമ്മറി, കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ള മെമ്മറി സെൻസ് കൂടും. അതുപോലെ ജാഗ്രത, അലേർട്ട്നെസ്, കാര്യങ്ങളെ അപകടകരമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് ജാഗ്രതയോടെ ശരീരത്തെ നിയന്ത്രിക്കുന്നു ഈ പാർട്ട്, ആ പാർട്ടിനുള്ള പവർ കൂടും. ഇതുകൊണ്ട് തന്നെ നോമ്പെടുക്കുന്ന വ്യക്തിക്ക് അൾഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയില്ല, മറവി രോഗം വരാനുള്ള സാധ്യതയില്ല. ആർ ആൾ ഇൻക്രീസ്ഡ് ബൈ ഫാസ്റ്റിംഗ്. അദ്ദേഹം കണ്ടെത്തിയ പഠനത്തിൽ അദ്ദേഹം പറയണെന്ത്, ഈ പവറുകളെല്ലാം, ഈ കഴിവുകളെല്ലാം വർദ്ധിക്കുന്നതായി എൻ്റെ പഠനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആരാ പറഞ്ഞത്? മാർക്ക് മാറ്റിസൺ, ന്യൂറോ സയൻറ്റിസ്റ്റ്, ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന, നോമ്പ് കാരണം ഉണ്ടാകുന്ന പ്രത്യേകതകളും അതുപോലെ നോമ്പ് ബ്രെയിൻ കൊടുക്കുന്ന സപ്പോർട്ടും. ഇനി നമുക്ക് ഹാർട്ടിലേക്ക് വരാം, ഹൃദയത്തിലേക്ക്. ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഹൃദയത്തെ എങ്ങനെയൊക്കെയാണ് നോമ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഏറ്റവും വിഖ്യാതനായ ഒരു കാർഡിയോളജിസ്റ്റ് ഡെന്നിസ് ബ്രൂമർ, അദ്ദേഹം പറയാണ്, റിസർച്ച് ഷോസ് ദാറ്റ് ഫാസ്റ്റിംഗ് ക്യാൻ ഹെൽപ്പ് ലോവർ BP, reduce cholesterol, control diabetes and reduce weight. നോമ്പെടുത്താൽ പ്രത്യേകമായ 4 ഗുണങ്ങളുണ്ടാവും. ഒന്നാമത്തേത് ലോവർ BP ആണ്, ബ്ലഡ് സർക്കുലേഷൻ്റെ വേഗത കമ്മിയാവും, അമിതമായ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവില്ല. അതുപോലെ റെഡ്യൂസ് കൊളസ്ട്രോൾ, രക്തക്കുഴലിലുള്ള കൊഴുപ്പുകളൊക്കെ പുറത്തേക്ക് പുറന്തള്ളപ്പെടും. കൺട്രോൾ ഡയബറ്റിസ്, ഷുഗർ രോഗികൾക്ക് ഏറ്റവും നല്ല മാസമാണ് റമദാൻ. അവർക്ക് ശാരീരികമായ പ്രയാസങ്ങളിൽ നിന്ന് അവരുടെ ഇൻസുലിൻ കപ്പാസിറ്റി കൂടുകയും അതുപോലെ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സുകൾ വളരെ പെട്ടെന്ന് തന്നെ, ഇൻസുലിൻ പവർ കൂടുന്ന കാരണം നമ്മുടെ സെല്ലിലേക്ക് പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് പോവുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ ഗ്ലൂക്കോസുകൾ ഗ്ലൈക്കോജനാക്കി മാറ്റേണ്ട അവസ്ഥ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബ്ലഡിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാവില്ല. ആൻഡ് റെഡ്യൂസ് വെയ്റ്റ്, കനം കമ്മിയാവും. 4 ഓഫ് ദ മേജർ റിസ്ക്, ഈ 4 അപകടകരമായ അവസ്ഥകൾ ഫോർ ഹാർട്ട് ഡിസീസ്, ഹൃദയ അസുഖത്തിന്, ഹൃദ്രോഗത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന 4 അവസ്ഥകളാണ് ഹൈ BP, കൊളസ്ട്രോൾ, ഡയബറ്റീസ് ആൻഡ് ഓവർ വെയ്റ്റ്. ഈ 4 അവസ്ഥകളാണ് ഹൃദയ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നോമ്പെടുക്കുക വഴി ഈ 4 അവസ്ഥകളും കൺട്രോൾ ചെയ്യപ്പെടുന്നത് കാരണം if we reduce those, we can reduce the risk of heart disease. അപ്പോൾ ഹൃദ്രോഗം എന്ന അപകട സാധ്യതയെ പരിപൂർണമായിട്ട് ഇല്ലായ്മ ചെയ്യുകയാണ് നോമ്പ്. ഇനി നമുക്ക് കിഡ്നിയിലേക്ക് വരാം. നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് ഏകദേശം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം.
ഹാർട്ട് അറ്റാക്ക്, കാർഡിയോവാസ്കുലർ സിസ്റ്റം, ആ ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് 4 അറകളാണ്. 2 വെൻട്രിക്കിൾസും അതുപോലെ 2 ഏട്രിയവും 2 വെൻട്രിക്കിൾസും. ഈ ഏട്രിയത്തിലെത്തി നേരെ വെൻട്രിക്കിൾസിലേക്ക് എത്തുകയാണ്. ആദ്യം ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ, ആദ്യം ഹൃദയം ഇടിക്കുമ്പോൾ നേരെ പോകുന്നത് ബ്ലഡ് പോകുന്നു വലതുവശത്തുള്ള അറയിലെ ബ്ലഡ് നേരെ പോകുന്നു എവിടേക്ക്? ശ്വാസകോശത്തിലേക്ക് പോകുന്നു. ശ്വാസകോശത്തിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ ശ്വസിച്ച ഓക്സിജനുമായി കലർന്ന് ശുദ്ധരക്തമായി പൾമിനറി വെയിൻസിലൂടെ നേരെ ഹാർട്ടിലേക്ക് വരിക. ഹാർട്ടിൻ്റെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിലേക്ക് വരുന്നു. അങ്ങനെ ഹാർട്ട് വീണ്ടും മിടിക്കുകയാണ്. വീണ്ടും മിടിക്കുമ്പോഴാണ് സുപ്പീരിയർ വിനാക്കാവയിലൂടെ ശരീരത്തിൻ്റെ മേൽഭാഗത്തേക്കും ഇൻഫീരിയർ വിനാക്കാവയിലൂടെ ശരീരത്തിൻ്റെ താഴ്ഭാഗങ്ങളിലേക്കും കാപ്പിലറീസിലൂടെ വിനാക്കാവ വഴി വലിയ കോയിലുകൾക്കാണ് വിനാക്കാവ എന്ന് പറയുക. പിന്നെ അതിൻ്റെ ചെറിയ രക്തക്കോയിൽ, പിന്നെ ലാസ്റ്റ് കാപ്പിലറീസ് ചെറിയ രക്തക്കോയിലേക്ക് വരെ ഇതിൻ്റെ രക്തചംക്രമണം, ബ്ലഡ് സർക്കുലേഷൻ എത്തിക്കലാണ് ഹൃദയത്തിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഹൃദയത്തിന് വരാവുന്ന 4 റിസ്ക്കാണ്. ഒന്ന് ഹൈ ബി പി, രണ്ടാമത്തേത് കൊളസ്ട്രോൾ, മൂന്നാമത്തേത് ഷുഗർ, നാലാമത്തേത് ഓവർ വെയ്റ്റ്. ഈ 4നെയും നോമ്പ് ക്രമീകരിക്കുക വഴി ഹൃദ്രോഗത്തിൽ നിന്ന് മനുഷ്യനെ നോമ്പ് രക്ഷപ്പെടുത്തുന്നു. ഇനി നമുക്ക് കിഡ്നിയിലേക്ക് വരാം. കിഡ്നി സൗദിയിലുള്ള ഒരു മെഡിക്കൽ ജേണലിൽ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച ഒരു പഠനം 65 കിഡ്നി രോഗികളിൽ പഠനം നടത്തി. CKD എന്ന് പറഞ്ഞാൽ ക്രോണിക് കിഡ്നി ഡിസീസ് ബാധിച്ച രോഗികളിൽ ഈ അടുത്ത് സൗദിയിൽ നടത്തിയ കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി, അതിലുള്ള നെഫ്രോളജി ക്ലിനിക്ക്, അതിൽ നടത്തിയ ഒരു റിയാദിലുള്ള കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. ഈ പഠനം നടന്നത് 18 ജൂലൈ 2015. ഇവർ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ കിഡ്നി രോഗികൾക്ക് നോമ്പ് എങ്ങനെ അവരെ സഹായിക്കുന്നു. അങ്ങനെ കിഡ്നി രോഗികളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന എന്താണ്? ക്രിയാറ്റിനാണ്. ഈ ക്രിയാറ്റിൻ കൂടുന്നതാണ്, അതുവഴി കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുകയാണ്. നമുക്കറിയാം, ഒരു കിഡ്നിയിൽ ലക്ഷക്കണക്കിന് അരിപ്പകളാണുള്ളത്. ഈ അരിപ്പകളിലൂടെ നമ്മുടെ ബ്ലഡ് അരിക്കപ്പെടുകയാണ്. അതിലുള്ള വേസ്റ്റുകളൊക്കെ പുറത്തേക്ക്, യൂറിയ അത് ബ്ലഡിലുണ്ടാകുന്ന ഒരു വേസ്റ്റാണ്. യൂറിക് ആസിഡ് അത് മറ്റൊരു വേസ്റ്റാണ്. സാൾട്ട്, അമിതമായ ഉപ്പ്, അത് മറ്റൊരു വേസ്റ്റാണ്. നമ്മൾ അമിത ഉപ്പ് കഴിച്ചു വിചാരിച്ചിട്ട് ശരീരം ഫുള്ളത് എടുക്കില്ല, ആവശ്യത്തിന് എടുത്ത് ബാക്കി പുറത്തേക്ക് തള്ളും. അങ്ങനെ അപ്പോൾ അത് മൂത്രത്തിലൂടെ പുറന്തള്ളലാണ് കിഡ്നിയുടെ പ്രധാന പണി. 3 മാസം മുമ്പും റമദാൻ്റെ 3 മാസം മുന്നേയും റമദാന് 3 മാസം ശേഷവും അങ്ങനെയാണ് ഇവർ പഠിച്ചത്. അപ്പോഴല്ലേ 3 മാസം മുതൽ നോക്കിയാലാണ് ഈ റമദാനിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ മാറ്റങ്ങൾ അറിയാൻ കഴിയുള്ളൂ. ശേഷം നോക്കുമ്പോഴാണ് അതിന് മുന്നുണ്ടായ മാറ്റങ്ങൾ അറിയുള്ളൂ. അതിനുവേണ്ടിയാണ് അവർ അങ്ങനെ ഒരു പഠനം ക്രമീകരിച്ചത്. അതിൽ ക്രിയാറ്റിൻ്റെ അളവ് കമ്മിയാവുന്നതായിട്ടും BP കുറയുന്നതായിട്ടും, അങ്ങനെ ഈ 4ഓളം സ്റ്റേജ് ഉണ്ട്. കിഡ്നി രോഗത്തിന് 4ഓളം സ്റ്റേജ് ഉണ്ട്. ഇതിൽ ഈ 4 സ്റ്റേജിലുള്ള ആളുകൾക്കും പ്രത്യേകമായ ആശ്വാസം കിട്ടുന്നതായിട്ട് കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി റിയാദിൽ നടന്ന ഒരു പഠനം തെളിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രെയിനിന് ശാരീരികമായി ഉണ്ടാകുന്ന നേട്ടങ്ങൾ നോമ്പ് കൊണ്ടുണ്ടാകുന്നവ നമ്മൾ പറഞ്ഞു. അതുപോലെ ഹാർട്ടിന്, കിഡ്നി, ഈ 3 നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ലിവറാണ്. ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ചെക്ക് പോസ്റ്റാണ്. നമ്മൾ കഴിക്കുന്നത് മുഴുവൻ ശരീരത്തിലേക്ക് ലിവർ കൊടുക്കൂല. ഇപ്പോൾ പുകവലിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് നാശമാകുന്നതാണ് എന്ത്? ലങ്സും ലിവറും.
വെള്ളടിക്കുമ്പോൾ, കള്ള് കുടിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് നാശാവുന്നതാണ് എന്ത്? ലിവർ. കാരണം കള്ള് ശരീരത്തെ മലിനമാക്കുന്ന, ശരീരത്തിനെ അപകടകരമാക്കുന്ന ടോക്സിൻസുകളെ ലിവറാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിവറിന് നല്ല പണിയാണ്, പിടിപ്പത് പണിയാണ്. അപ്പോൾ ലിവറിനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? നല്ല ലൈറ്റ് ഫുഡ് കഴിച്ചിട്ടൊന്ന് സഹായിക്കുക വേണം. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി, ഓസ്ട്രേലിയയിലെ സിഡ്നി യൂണിവേഴ്സിറ്റി, ഡോക്ടർ മാർക്ക് ലോറൻസ് അദ്ദേഹം ഒരു പഠനം നടത്തി. എങ്ങനെയാണ് ലിവർ നോമ്പ് എങ്ങനെ ലിവറിനെ സഹായിക്കുന്നു. HNF4 അത് ലിവറിലുള്ള ഒരു ആൽഫ ഹോർമോണാണ്. ആ പ്രോട്ടീൻ വിച്ച് റെഗുലേറ്റ്സ് എ നമ്പർ ഓഫ് ലിവർ ജീൻസ് പ്ലേസ് അൺനോൺ റോൾ ഡ്യൂറിങ് ഫാസ്റ്റിംഗ്. അപ്പോൾ നേരത്തെ പറഞ്ഞ HNF4 പ്രോട്ടീൻ, ഈ പ്രോട്ടീന് ലിവറിൻ്റെ മൊത്തമായ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നതാണ്. അതിന് കൂടുതൽ പവർ വരുന്നതായിട്ട് കാണുന്നു നോമ്പെടുക്കുമ്പോൾ എന്ന് അദ്ദേഹം തൻ്റെ ജേണലിൽ, തൻ്റെ പഠന പ്രബന്ധത്തിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, അതുപോലെ ലിപ്പിഡ്സ്, ഇതിലെ കാർബോഹൈഡ്രേറ്റാണ് ഗ്ലൂക്കോസായി മാറുന്നത്. ഗ്ലൂക്കോസിനെ നമ്മുടെ ശാരീരിക പ്രവർത്തനക്ഷമതയ്ക്ക് ആവശ്യമായ ഗ്ലൂക്കോസ്, അതിന് ശേഷവും അവിടെ ഗ്ലൂക്കോസ് ബാക്കിയുണ്ടാവും. ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിയിട്ട് ലിവറിൽ എടുത്തു വെക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് യൂറിക് ആസിഡൊക്കെ വരുന്നത്, എങ്ങനെയെന്ന് മനസ്സിലാവും. നമ്മൾ കഴിച്ച് ലിവറൊക്കെ ഫുള്ളായി, ലിവറിൽ ഇനി എടുത്തു വെക്കാൻ സ്ഥലമില്ല. അപ്പോഴാണ് നേരെ ബ്ലഡിലേക്ക് മൂപ്പര് വിടുന്നത്. അപ്പോഴാണ് പിന്നെ കാലിൻ്റെ മടമ്പ്, അതുപോലെ കാലിൻ്റെ തള്ളവിരൽ, കയ്യിൻ്റെ തള്ളവിരൽ, ഇവിടെയൊക്കെ യൂറിക് ആസിഡ് വന്ന് വേദന വരുന്നത്. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിയിട്ട് ലിവർ എടുത്തു വെക്കുമ്പോൾ, നമ്മൾ ശരിയായ രീതിയിൽ നോമ്പെടുത്താൽ ഈ നേരത്തെ എടുത്തു വെച്ച ഗ്ലൈക്കോജനെയൊക്കെ കീട്ടോണാക്കിയിട്ട് ലിവർ മാറ്റുകയും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. അപ്പോൾ ലിവർ ഫ്രീ ആവും. അപ്പോൾ ലിവറിന് ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായി തിരിച്ചു വരാനുള്ള ഒരു സമയമാണ് നോമ്പ്. അപ്പോൾ ലിവറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നോക്കാം ലങ്ങിൽ എങ്ങനെയാണ്, നമ്മളെ ശ്വാസകോശത്തിന് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്. സയ്യിദ് അലി മൂസവി, ഇറാൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസ്, 1999 നടന്ന ഒരു പഠനം. ആ പഠനത്തിൽ അദ്ദേഹം പറയുന്നു, ഫാസ്റ്റിംഗ് ഇൻക്രീസസ് ലങ് വോളിയംസ് ആൻഡ് ഇംപ്രൂവ് പൾമിനറി ഫങ്ഷൻസ്. ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. നമ്മളെ മൂക്കിലൂടെ നേരെ ചെല്ലുന്നത് ട്രക്കിയ, വിൻഡ് പൈപ്പ്, അതിലൂടെ നേരെ ട്രക്കിയ, അവിടുന്ന് 2 ചാനലിലൂടെയാണ് ശ്വാസകോശത്തിലേക്ക് പോകുന്നത്. ശ്വാസകോശം ഒരു പഞ്ഞ് സ്പോഞ്ച് പോലുള്ളൊരു സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ ആൽവിയോളസുകളാണ്, വായു അറകളാണ്. ഈ വായു അറകളിലൊക്കെ എയർ നിറയുമ്പോഴാണ് നമുക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നത്. അവിടെ നീര് വരുമ്പോഴാണ് ശ്വാസം മുട്ടുവരുന്നത്. അപ്പോൾ ഈ എയർ അങ്ങോട്ട് ഉള്ളിലേക്ക് ചെല്ലൂല, പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടിക്കടി ശ്വാസം എടുക്കേണ്ടി വരും. ഒരു മിനിറ്റിൽ നമ്മൾ ഏകദേശം 70 തവണ ശ്വാസം എടുക്കുന്നുണ്ട്. അപ്പോൾ ശ്വാസം മുട്ട് വന്നാൽ അതെന്താവും, അത് എണ്ണം കൂടും. കാരണം ഒരു തവണ എടുത്താൽ അതിന് ശരിക്കും എടുക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും എടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം പ്രയാസങ്ങൾക്ക് ഈ പ്രയാസങ്ങളിൽ നിന്ന് ലങ്ങിനെ രക്ഷിച്ചെടുക്കാനുള്ള പ്രത്യേകമായ കഴിവ് നോമ്പിനുണ്ട് എന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുകയാണ്. ഇനി അപ്പോൾ നമ്മൾ ഫിസിക്കൽ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു, ശാരീരികമായ വിഷയങ്ങൾ പ്രത്യേകം, പിന്നെ മൊത്തമായിട്ട്
ശരീരത്തിലുള്ള ടോക്സിൻസുകളൊക്കെ പുറന്തള്ളപ്പെടുന്നു, കോശങ്ങളടക്കം റിജുവനേറ്റ് ചെയ്യപ്പെടുന്നു, ഒരു പുത്തൻ ഉണർവ് നൽകപ്പെടുകയാണ്. അതാണ് ഫിസിക്കൽ ഭാഗം. ഇനി മെൻ്റലി എങ്ങനെയാണ് നോമ്പ് സഹായിക്കുന്നതെന്ന് നോക്കാം. ഇമോഷണലി, ആൽബർട്ട് ബൗളിംഗ്, when you fast you also change the nerve transmitters that are accessible in the brain, increase serotonin level. സെറോട്ടോണിൻ ലെവൽ കൂട്ടും. സെറോട്ടോണിൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോണാണ്. ഈ ഹാപ്പി ഹോർമോണിൻ്റെ പ്രതിഫലനങ്ങൾ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ട്രാൻസ്മിറ്റേഴ്സിനെ ക്ലിയർ ചെയ്യുക വഴി നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വൈകാരികമായ തലങ്ങൾ അത് കൺട്രോൾഡ് ആവുകയും ചെയ്യും. ടെൻഷൻ, അതുപോലെ ഭയം, ഉത്കണ്ഠ, ഇതിൽ നിന്നൊക്കെ മനസ്സിനെ പ്രത്യേകമായ രീതിയിൽ നോമ്പ് രക്ഷിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് സോഷ്യൽ ഹെൽത്ത് നോക്കാം. സാമൂഹിക ആരോഗ്യം എങ്ങനെയാണ് നോമ്പ് വർദ്ധിപ്പിക്കുന്നത്? ജേണൽ ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ, യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ്, ന്യൂഡൽഹി, ഇവർ നടത്തിയ ഒരു പഠനം. അതിൽ പറയാണ് നോമ്പ് സാമൂഹികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കൺട്രോളിങ് ആങ്കർ, നോമ്പ് കാലത്ത് ആളുകൾക്ക് ദേഷ്യം കുറവായിരിക്കും. ദേഷ്യം ഉണ്ടാക്കുന്ന അഡ്രിനാലിൻ്റെ പ്രവർത്തനം കമ്മിയായിരിക്കും. ബ്ലഡ് സർക്കുലേഷൻ, ഹൈപ്പർ ടെൻഷൻ ഇല്ലാത്ത കാരണം അഡ്രിനാലിൻ്റെ വർക്ക് കമ്മിയായിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാർ പോലും നോമ്പിന് കൂടുതൽ ദേഷ്യപ്പെടാറില്ല. എന്നപോലെ ഡൂയിങ് ഗുഡ് ഡീഡ്സ്, നല്ല കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നു. നല്ല കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ സെറോട്ടോണിൻ, ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ടെൻഷനുകളൊക്കെ പോയി നല്ല മാനസികാവസ്ഥ കൈവരുന്നു. പേഴ്സണൽ ഡിസിപ്ലിൻ, ഒരു വ്യക്തിപരമായ ഒരു അച്ചടക്കം ഉണ്ടാവുക ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ അത് മൊത്തത്തിൽ സമൂഹത്തെ നല്ല രീതിയിലായിട്ട് ക്രമീകരിക്കപ്പെടുന്നു. എന്ന പോലെ പ്രിപ്പയറിങ് ടു സെർവ്, മറ്റുള്ളവരെ സേവിക്കാൻ, അവരെ സഹായിക്കാനുള്ളൊരു മഹാമനസ്കത ഈ നോമ്പ് വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യലി വെൽബീയിങ്ങിന് WHO പറഞ്ഞ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ ആ നിർവചനം അത് പരിപൂർണമായ രൂപത്തിൽ ഈ നോമ്പ് ക്ലിയർ ചെയ്യുന്നതായി കാണാം. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂമു തസിഹു, നിങ്ങൾ നോമ്പെടുത്തോളൂ, ആരോഗ്യം താനേ ഉണ്ടാവും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ശാസ്ത്രീയമായ അടിത്തറയോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നോമ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. നേരത്തെ പറഞ്ഞ ഇമോഷണലി, അതുപോലെ മെൻ്റലി, ഇമോഷണലിയൊക്കെ കിട്ടണമെങ്കിൽ വയറിന് മാത്രം നോമ്പ് പോരാ, വായക്ക് നോമ്പ് വേണം. മോശമായത് സംസാരിക്കാൻ പാടില്ല. കണ്ണിന് നോമ്പ് വേണം, മോശമായത് കാണാൻ പാടില്ല. ചെവിക്ക് നോമ്പ് വേണം, മോശമായത് കേൾക്കാൻ പാടില്ല. അതുപോലെ നമ്മുടെ മനസ്സിന് നോമ്പ് വേണം, മോശമായ ചിന്തകളില്ലാതെ നോക്കണം. എന്നാലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. എന്ന പോലെ മാത്രമല്ല, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഭക്ഷണം ഒന്ന് ക്രമീകരിക്കാൻ വേണം. സുബഹി മുതൽ മഗ്രിബ് വരെ പട്ടിണി, മഗ്രിബ് മുതൽ സുബഹി വരെ ഖളാ വീട്ടലും ആയാൽ ശരിയാവില്ല. നോമ്പ് തുറക്കുമ്പോൾ വളരെ കുറഞ്ഞ ഭക്ഷണം, ഹെവി ഫുഡ് ഒരിക്കലും പാടില്ല. കാരക്കയാവാം, വെള്ളമാവാം, ജ്യൂസാവാം, ഫ്രൂട്ട്സ് ആവാം, അതിലപ്പുറം പാടില്ല. മൂസാക്കാൻ്റെ ഓലപ്പടക്കൊന്നും നോമ്പ് തുറക്കുന്ന സമയത്ത് പാടില്ല. അതൊക്കെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. അങ്ങനെ കുറച്ച് ഹെവി ഫുഡ് ഒരു 2 മണിക്കൂറിന് ശേഷം, നോമ്പ് തുറന്ന ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രമേ ഹെവി ഫുഡ്, അതും പാകത്തിൽ. ഇസ്ലാമിൻ്റെ ആരോഗ്യശാസ്ത്രം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. 2 പോയിന്റിലാണ് ഇസ്ലാം പിടിക്കുന്നത്. 1, വിശക്കുമ്പോഴല്ലാതെ ഭക്ഷണം കഴിക്കരുത്. 2, കഴിക്കുമ്പോൾ അമിതമാക്കരുത്. ഈ 2 പോയിന്റ് മാത്രം കരുതിയാൽ മതി ആരോഗ്യം ഉണ്ടാവാൻ. പിന്നെ അത്താഴത്തിൽ ഹെവി ഫുഡ് ഒഴിവാക്കണം. പഴങ്ങളാണ് ഏറ്റവും നല്ലത്. പഴങ്ങൾ കഴിക്കുക, വെള്ളം കുടിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വെള്ളം കുടിക്കുക.
ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അസൗമുലി വ അന അജ്സി ബിഹി, അള്ളാഹു പറയാണ് നോമ്പ് എൻ്റെതാണ്, നോമ്പ് എൻ്റെതാണ്. എന്താ അങ്ങനെ പറയണേ? ഇപ്പോൾ ഒരാൾക്ക് ഒരു 4 മക്കളുണ്ട്, 4 മക്കളിൽ ചെറിയ കുട്ടി ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ വാപ്പ പറയാണ് ഓ എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരും മൂപ്പര കുട്ടി അല്ല എന്ന് വരും. അതല്ല, അതൊരു പ്രത്യേകമായിട്ട് വാത്സല്യത്തോടു കൂടി പറഞ്ഞാണ്. ഇതിൽ കൂടുതൽ എന്ത് വരില്ല, ലോകമാന്യം വരില്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നോമ്പെടുക്കരുക അല്ലേ. എനിക്ക് നോമ്പുണ്ടോ ഇല്ലേന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. അതൊരു അള്ളാഹുമായുള്ള ഒരു ആത്മീയമായ ഒരു ആരാധനയാണ് നോമ്പ്. അപ്പോൾ അത് നമുക്ക് കിട്ടും വേണം. ഭൗതിക ലോകത്ത് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ട് മോചനം കിട്ടണം. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. മുസ്ലിമീങ്ങൾ ഈ ലോകത്ത് സുന്ദരമായി ജീവിക്കാനും നാളെ പരലോകത്ത് രക്ഷപ്പെടാനും സ്വർഗം കൊണ്ട് രക്ഷപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ്. ആ രൂപത്തിലേക്ക് നമ്മുടെ നോമ്പിനെ മാറ്റിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എൻ്റെ ദുആ നിങ്ങളുണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.